സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് ചടങ്ങുകൾ നടന്നത്. മെത്രാൻമാർക്കൊപ്പം അൽമായ വൈദിക പ്രതിനിധികളും സുപ്പീരിയർ ജനറൽമാരും പങ്കെടുത്തു. ബീന റാണിയുണ്ട് വിശദാംശങ്ങളുമായി. ബീന, ചടങ്ങുകളെല്ലാം പൂർത്തിയായോ? വിവരങ്ങൾ. വിഷ്ണു സീറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റെടുത്തു കഴിഞ്ഞു. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണം നടന്നത്. വൈദിക പ്രതിനിധികളും മെത്രാൻമാർ സീറോ മലബാർ സഭയിലെ സകല മെത്രാൻമാരും ഒപ്പം തന്നെ സുപ്പീരിയർ ജനറൽമാരും സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ ചടങ്ങായി സ്ഥാനാരോഹണം നടന്നത്. ബിഷപ്പ് സെബാസ്റ്റ്യൻ മാണിയപ്പുരയ്ക്കൽ മാർ റാഫേൽ തട്ടിലിനെ ചുവന്ന മുടി ധരിപ്പിക്കുകയും ഒപ്പം തന്നെ അംശവടി നൽകുകയും ചെയ്തു. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന് തയ്യാറാക്കിയ പ്രത്യേകം ഇരിപ്പിടത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന കുർബാനയ്ക്ക് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് തന്നെ സ്ഥാനാരോഹണ കർമ്മത്തിന്റെ സമാപന ആശീർവാദം നൽകി. തന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ എല്ലാ സഭാ സമൂഹങ്ങളോടുമുള്ള ഊഷ്മളമായ ബന്ധം പരിപോഷിപ്പിക്കണമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ടായി. നിലവിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലാണ് സ്ഥാനാരോഹണ ചടങ്ങിലെ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മാർ റാഫേൽ തട്ടിലിനെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തത് അനുമതി നൽകിക്കൊണ്ട് വത്തിക്കാൻ നൽകിയ സമ്മതപത്രവും ചടങ്ങിൽ വായിച്ചിരുന്നു. അതിനുശേഷമാണ് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് കടന്നത്. നിലവിൽ ശംഷാബാദ് അതിരൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ആയിരുന്നു സിനഡിൽ ഇത്തരത്തിൽ മാർ റാഫേൽ തട്ടിലിനെ സിറോ മലബാർ സഭയുടെ ബിഷപ്പായി പ്രഖ്യാപനമുണ്ടായത്. 53 ബിഷപ്പുമാർ പങ്കെടുത്ത സിനഡിൽ വോട്ട് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ പേര് വത്തിക്കാന്റെ അനുമതിക്കായി വിടുകയായിരുന്നു. മാർപ്പാപ്പയുടെ അനുമതി കൂടി ലഭിച്ചതോടെയാണ് അദ്ദേഹത്തെ മേജർ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചത്. എന്തായാലും സ്ഥാനാരോഹണ ചടങ്ങ് എല്ലാ മെത്രാൻമാരുടെയും തന്നെ സാന്നിധ്യത്തിലാണ് നടന്നത്. കർദിനാൾ ബസേലിയസ് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാബ ഒപ്പം തന്നെ ലത്തീൻ സഭാ പ്രതിനിധികൾ, വത്തിക്കാൻ പ്രതിനിധികൾ തുടങ്ങിയവരും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സാധാരണഗതിയിൽ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലാണ് ഇത്തരത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കേണ്ടത്. എന്നാൽ ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് 2 വർഷമായി ബസലിക്ക പള്ളി അടഞ്ഞു കിടക്കുന്നതിനാലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ സെന്റ് തോമസ് മൗണ്ടിലേക്ക് മാറ്റിയത്. എന്തായാലും സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ബീന, ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മാർ റാഫേൽ തട്ടിന് മുന്നിൽ പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ഈ സഭാ തർക്കവും കുർബാന തർക്കവും അടക്കമുള്ള വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മാർ റാഫേൽ തട്ടിൽ പറഞ്ഞത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശ്രമം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഒരു പ്രധാന വെല്ലുവിളി തന്നെയല്ലേ അദ്ദേഹത്തിന് മുന്നിലുള്ളത്? ഇന്നലെ അദ്ദേഹത്തിന്റെ ആർച്ച് ബിഷപ്പ് സ്ഥാനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. ഏകീകൃത കുർബാന തർക്കം രമ്യമായി പരിഹരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് താനെന്നും ചർച്ചകൾക്കുള്ള സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രസ്താവനകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതനുസരിച്ച് ഇതിൽ ഏതാണ്ട് 2 വർഷത്തോളമായി നിലനിൽക്കുന്ന ഏകീകൃത കുർബാന തർക്കത്തിന് പരിഹാരം കാണാൻ അദ്ദേഹം ശ്രമിക്കും എന്ന ഒരു വ്യക്തമായ സൂചന തന്നെ അദ്ദേഹം നൽകുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ അൽമായ പ്രതിനിധികളും വൈദിക സമൂഹവും ഉൾപ്പെടുന്ന വിമത വിഭാഗവും ഇത്തരത്തിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇനി വരുന്ന മേജർ ആർച്ച് ബിഷപ്പിനെങ്കിലും ഈ ഏകീകൃത കുർബാന തർക്കത്തിൽ ഒരു പരിഹാരം കാണാനാവുമെന്ന ഒരു പ്രത്യാശ അവർ പ്രകടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ മറ്റ് ആരോപണങ്ങളോ നേരിടാത്ത ഒരാളായിരിക്കണം വരുന്ന മേജർ ആർച്ച് ബിഷപ്പ് എന്ന ഒരു ആഗ്രഹവും അവർ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അതെല്ലാം സത്യമാകുന്ന വിധത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഏകീകൃത കുർബാന തർക്കത്തിൽ കൃത്യമായ പരിഹാരം കണ്ടെത്തുക എന്നതാണ്. ഏതാണ്ട് 2 വർഷത്തോളമായി ഈ തർക്കത്തെ തുടർന്ന് വിമത വിഭാഗവും ഔദ്യോഗിക വിഭാഗവും തമ്മിൽ കടുത്ത തർക്കങ്ങളും വിവാദങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ശരി, ബീന റാണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭയ്ക്ക് പുതിയ നാഥൻ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതല ഏറ്റിരിക്കുന്നു.